അങ്ങനെ കൂടുതൽ പുലിയുണ്ടോ? ഉണ്ട്. സാധാരണ ഞാൻ ടൗണിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ പുലി ഇറങ്ങി എന്നാണ് എല്ലാരും പറയാറുള്ളത്. പറി ഇറങ്ങിയതായിരിക്കും. എന്തൊക്കെ തരം ആൾക്കാരാ ദൈവമേ. എന്ത് കൊച്ചിനെ വിട്ടിട്ട് അവളുടെ കൂടെ പോകാനോ? അവളെ വിട്ടിട്ട് കൊച്ചിനെ അല്ല നോക്കും. കൊച്ചി തള്ളെ വിട്ടിട്ട് കൊച്ചിനോ? കാരണം തള്ള അണ്ണ ആകെ സെറ്റ് ആയിട്ട് ഒരു ദിവസമല്ലേ ഉള്ളു, ഇപ്പഴേ വിടണോ ഞാൻ? നിനക്ക് അവളെ മാനേജ് ചെയ്യാൻ പറ്റില്ല, തള്ളെ ഞാൻ നോക്കിക്കോളാം. അണ്ണ കൊച്ചിനെ നോക്കിയോ, ഞാൻ തള്ളേനെ നോക്കിക്കോളാം. അല്ല തള്ളയല്ലല്ലോ, എന്റെ ഗേൾഫ്രണ്ടിനെ നോക്കിക്കോളാം. കുഴപ്പമില്ല, അത്ര സാക്രിഫൈസ് വേണ്ടെന്ന. അതിനേക്കാളും നല്ല ഞാൻ രണ്ടുപേരും നോക്കുന്നില്ലേ. കുഴപ്പമില്ല. അല്ലെങ്കിൽ സോറി അണ്ണ, ഹലോ ഞാൻ ഇതാ വരുന്നു. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്നുള്ള രീതിയിലായിരുന്നേ. നിനക്ക് ശരിക്കും വട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒരാളെ ഇഷ്ടപ്പെടുന്നത് തെറ്റാണോ? ബാലനും ഉണ്ടല്ലോ. അതാ വരുന്നത്. ഒരാളെ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ല. ഇല്ല, ഞാൻ വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ എന്തുവാണ് ഇത്? ചൊല്ലു പാപ്പാ, എങ്ക இருக்க? കാമക്കടിയന്മാരുടെ വീഴ്ച വരുന്നത്. ഈ കാമക്കുണ്ണക്കൊക്കെ പ്രാന്താണോടാ. നെറ്റ് വന്നു കേരള വിഷന്റെ അണ്ടി. കേരള കേരള വിഷൻ തരരി തദരി. എടാ ഇത് വരൂലടാ തിരിച്ച്. എന്തൊരു ഗതികേടാണെന്ന് പറ. അവന്റെ കേരള വിഷൻ ഹലോ 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 ഗൈസ് വന്നോ? ഹലോ 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 വന്നോ? ഇവിടെ എൻ്റെ ക്യാമ. ഹലോ വന്നോ ഗൈസ്? വന്നോ? നെറ്റ് വന്നോ? ഹലോ 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 വന്നോ? ചാറ്റിൽ വിടാവണല്ലോ എനിക്ക്. ഇല്ലെന്തോ ഇല്ലടാ, ചാറ്റ് വന്നിട്ടില്ല എനിക്ക് ഗൈസ്. നെറ്റ് വന്നെൻ്റെ. ഇത് എങ്ങനെയാടാ ഗൈസ്? ഇവിടെ മഴയാണ്. ഇവിടെ വന്നു 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 ഇപ്പൊ വന്ന് ഗൈസ്. നിങ്ങളുടെ അവിടെ നിന്ന് മഴയൊന്നും ഇല്ലേ? ഇവിടെ മഴയാ. വന്നടാ പുണ്ടേന്ന്. ഇവനെയൊക്കെ എന്തൊരു. ഇല്ല, മഴയില്ലേ? എടാ ഇത് എന്താടാ ഗൈസ്? ഇവിടെ മഴയാ. ഞങ്ങളെ സിറ്റിയിലാണ്. ചൂടാണ്. ഓക്കെടാ നിന്നെയൊക്കെ അങ്ങനെ. ഞങ്ങൾ ഇച്ചിരി പട്ടിക്കാട്ടിലൊക്കെയാണടാ. ഞങ്ങൾക്ക് പക്ഷെ മഴയും വെള്ളവും സമാധാനവും ഒക്കെ ഉണ്ട്, മനസ്സിലായോ? ക്ലോറിൻ വെള്ളത്തിൽ കുളിക്കുന്നവരല്ലേ നമ്മളൊക്കെ നല്ല ഒന്നാം തരം നാച്ചുറൽ വാട്ടറിൽ കുളിക്കുന്ന ആൾക്കാരാണ്, മനസ്സിലായോ? പറഞ്ഞ കുളിച്ചിട്ട് 2 ദിവസമായി. കുളിക്കണം. ഇവിടെ മഴയില്ല. പിന്നെ ഞങ്ങൾക്ക് ഒന്നുമില്ല, ശുദ്ധവായു ഉണ്ട് ഇവിടെ, മനസ്സിലായ? ആരുടെ പറഞ്ഞേ ഇറങ്ങും. എല്ലാത്തിനും ചാറ്റിലുള്ളവരൊക്കെ പദ്ധതി പറയണ. കാട്ടുപോക്ക. ഞാനൊരു കാര്യം പറയട്ടെ, അവര് കുറ്റം പറയുന്നതിൽ കാര്യമില്ല. ഇവിടെ ഇതൊന്നും ലോഡാവൂല. നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയി. അവർ കുറ്റം പറയല. അത് പറയലേ ഒന്നും പറയലേ. അവർ പറഞ്ഞ ശരിയാണ് കേട്ടാ. 5M വരെ ഓണാവണല്ല. 18 ഇതൊന്നും ചെയ്യാൻ പറ്റൂല. പോയി ഇത് സാധനം അടിച്ചു പോയി. 5M ഒക്കെ അടിച്ചു പോയി. അങ്ങനെ കൂടുതൽ പുലിയുണ്ടോ? ഉണ്ട്. സാധാരണ ഞാൻ ടൗണിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ പുലി ഇറങ്ങി എന്നാണ് എല്ലാരും പറയാറുള്ളത്. എല്ലാവർക്കും വെൽക്കം ബാക്ക്.
പറയിറങ്ങിയതായിരിക്കും. എന്തൊക്കെ തരം ആൾക്കാരാ ദൈവമേ. എന്റെ അമ്മോ. എടാ ഞാനിവിടെ നാട്ടിലെ നല്ലൊരു പയ്യനാണ്, മനസ്സിലായ? ഞാൻ അങ്ങനെ അനാവശ്യ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാത്ത കുടുംബസ്ഥനായിട്ട് ജീവിക്കുന്ന ഒരു പാവം പയ്യൻ, മനസ്സിലായി? ഞാൻ അങ്ങനെയാണ്. പത്രത്തിലൊക്കെ വന്ന് അന്വേഷിച്ചാൽ എന്നെ പറ്റി പറയും 100 നാവ് അവർക്കൊക്കെ കുണ്ടച്ചി പറയുന്നത് പറഞ്ഞാൽ തുടങ്ങുള്ളൂ. ഓക്കെടാ കുണ്ണയെന്ന്. എടാ നിനക്കൊക്കെ എന്താടാ ഡീഗന്ത എന്താ നിനക്ക് വയ്യേ? വേണ്ടടാ, എന്തിനാ ഇവന്മാരൊക്കെ? വേറെ എത്രയോ പേര് നല്ല കാര്യങ്ങൾ ഇടുന്നതിനകത്ത്. ഞാനിപ്പോ കൂളാണ്. ഒന്ന് പോയടാ മൈരിയാണ്. ഷാനി കഷ്ടം. ഇഗ്നോർ. പിന്നെ നമുക്ക് കിക്കിലായതുകൊണ്ട് ഇവരൊക്കെ ഇരുന്ന് കാണുന്നത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്, മനസ്സിലായോ? നമുക്ക് കുറെ കാര്യങ്ങൾ തീർക്കാനുണ്ട് ഇവിടെ. വാച്ചേഴ്സ് ഈ പറയണതുപോലെ മറ്റേ 30 മണിക്കൂർ അമ്മമാരിന്ന് കാണട്ടറാ. അമ്മമാരിന്ന് കാണട്ടെ. ആർക്കാ നഷ്ടം? സുഖം, നീ വെറും വേണം. വീട്ടിലെ അച്ഛനോട് പറയണ പോലെ എന്നോട് പറയല്ലേ മോനെ. ഇരുന്ന് കണ്ടോ, നീ ഇരുന്ന് നിന്റെ നെറ്റ് കളഞ്ഞ് കാണും. ആർക്കാ നഷ്ടം? സമയം, പൈസ ഇതെല്ലാം നിന്റെ അല്ലേ പോണേ. എനിക്കൊരു പറയില്ലടാ. ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ വേണ്ട. ഞാൻ ഇവന്മാർക്കൊക്കെ പട്ടി വില കൊടുക്കാൻ പോണം, മനസ്സിലായ? ഹലോ മീനൂട്ടി. മീനൂട്ടി അർജന്റായിട്ട് മാമനൊന്ന് പോണ്ടെന്ന്. മീനൂട്ടി ഞാൻ അർജന്റായിട്ടൊരു സ്ഥലം വരെ പോയതാ. മീനൂട്ടി ഇവിടെ തന്നെ നിന്നല്ലോ, അത് വലിയ കാര്യം. ഞാനിപ്പോ ഒരു പയ്യനെ അവിടുന്ന് വന്നേ ഉള്ളു. മീറ്റിങ്ങിന് പോണ്ടേ? ഓ മീറ്റിംഗ് വരുന്നു. മീനൂട്ടി ഒരു മിനിറ്റ് വന്നേ. ചന്ദ്രു വാ, ചന്ദ്രു വണ്ടി കയറുവാ. മീനൂട്ടി വാസുമാമനെ ഒരു ഗ്യാങ് മീറ്റിംഗ് ഉണ്ട്. ആ വാസുമാമൻ അതിന് പോയിട്ട് വരാവേ. നമ്പർ തരാം, ഒരു മിനിറ്റ്. ഇതെങ്ങനെയായിരുന്നു ഷെയർ ചെയ്യുന്ന മീനൂട്ടി? മീനൂട്ടിക്ക് വന്നില്ലേ? ഒരു മിനിറ്റ് പോലെ ഞാൻ മീനൂട്ടിയുടെ നമ്പർ മാമന് തന്നേ. ഇല്ല, തന്നില്ല. വന്നു. മീനൂട്ടി മാമൻ പോയിട്ട് വരട്ടെ. ഓക്കെ. ആ ബാല ഒന്ന് പറ. അണ്ണൻ അറിയല്ലോ ആ കൊച്ചിന്റെ അച്ഛൻ ഞാനെന്നൊക്കെ പറഞ്ഞ ആരേലും വിശ്വസിക്കൂ? ഇല്ല, നീ ദത്തെടുത്തല്ലേ? നിങ്ങൾക്കൊക്കെ എന്താ? ഹലോ, ഈ വണ്ടിക്ക് സത്യം പറയാ, ഒരു അച്ഛനായിട്ട് വൻ പരാജയമാണ്. ഞാൻ ദത്തെടുത്ത കൊച്ചാണെങ്കിലും എനിക്ക് ഒരു അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അണ്ണലിൽ ഞാനത് ഇത് നാക്ക് എങ്ങോട്ടാ വരുന്നത് എനിക്ക് മനസ്സിലായേ. ഇതാണ് ഞാൻ ഒരുത്തരുടെ മനുഷ്യത്വം കാണിക്കാത്തത്. ഇതുപോലെ ഞാൻ മനുഷ്യത്വം കാണിച്ചതാണ് ഇപ്പൊ കാണിക്കാത്ത. ഇതാണ് എനിക്ക് എന്റെ തലയിലൊന്നും വെക്കല്ലേ. അണ്ണ തലേ വെച്ചാണോ ആ കൊച്ചിന് ഇത്ര സ്നേഹം? വേറെ പട്ടം പട്ടി കിരി മോക്ക് വാസുമാമനെ ഇഷ്ടപ്പെട്ടോ? ഹലോ നിന്റെ പെടലി കോച്ചി പിടിച്ച എടാ ചെവിയായിട്ട് വിടാതെ നിനക്ക്. എടാ കേക്കാവോ കീരി? ഹലോ എടാ കേക്കാവോടാ നിനക്ക്? ഇവനൊന്നും ചെവിയൊന്നും ഇല്ലടാ. ഇവന് ചെവി ഇല്ല. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് എല്ലാം ഞാൻ ഇപ്പൊ ശരിയായി തരാം.
മീനൂട്ടിക്ക് വാസുമാവനെ ഇഷ്ടപ്പെട്ടോ? സത്യം നല്ല മാമന. നിന്റെ 916 ഇറക്കല്ലേ? ഇല്ലണ്ണ, കൊച്ചിന് ഇഷ്ടം, കൊച്ചിന്റെ ആഗ്രഹമാണല്ലോ എന്റെ. കൊച്ചിന്റെ ഇഷ്ടം എനിക്കറിയാം. കൊച്ചിനൊരു തള്ള വേണമെന്ന് പറഞ്ഞ് നീ നാട് മൊത്തം നടന്ന് ഒരുത്തിയെ സെറ്റാക്കിയപ്പോ കൊച്ചിനെ ഒഴിവാക്കണം നീ. അണ്ണാ അങ്ങനെയല്ലല്ല, കൊച്ചിനെയും രണ്ടിനെയും കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട്. എന്നാ പിന്നെ അവളെ വിട്ടേ, കൊച്ചിനെ നോക്ക്. അതാണ് ചെയ്യണം, മനസ്സിലായ? എന്ത് കൊച്ചിനെ വിട്ടിട്ട് അവളുടെ കൂടെ പോകാനോ? അവളെ വിട്ടിട്ട് കൊച്ചിനെ അല്ല, തള്ളെ വിട്ടിട്ട് കൊച്ചിനോ? കാരണം തള്ള അണ്ണ ആകെ സെറ്റ് ആയിട്ട് ഒരു ദിവസമല്ലേ ഉള്ളു, ഇപ്പഴേ വിടണോ ഞാൻ? നിനക്ക് രണ്ടുകൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തള്ള ഞാൻ നോക്കിക്കോളാം. അണ്ണ കൊച്ചിനെ നോക്കിയോ, ഞാൻ തള്ളേനെ നോക്കിയോളാം. അല്ല തള്ളയല്ലല്ലോ, എന്റെ ഗേൾഫ്രണ്ടിനെ നോക്കിയോളാം. കുഴപ്പമില്ല, അത്ര സാക്രിഫൈസ് വേണ്ടെണ്ണ. അതിനേക്കാളും നല്ല ഞാൻ രണ്ടുപേരും നോക്കുന്നില്ലേ. കുഴപ്പമില്ല. അല്ലെങ്കിൽ സോറി അണ്ണ, ഹലോ. തരാ, ഞാൻ ഇതാ വരുന്നു ഇതാ എത്തി. മീനൂട്ടി കൂടെ ഉണ്ട്. പിന്നെ കൊച്ചിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ? ഞാൻ എന്താ വരുന്നു താരാ. എന്റെ ഒന്ന് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടെണ്ണ. കുടിക്കാനൊന്നും ഇല്ലണ്ണ. അണ്ണ ഈ ഒരു പെണ്ണൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാണ്ടല്ലോ, ഇങ്ങനെ വിളിച്ചു ചോദിച്ചും കഴിച്ചോ പിടിച്ചോ. പണ്ട് ഒറ്റ ആള് ചോദിക്കത്തില്ലായിരുന്നു. എന്തൊരു സുഖാന്നറിയാം. എനിക്ക് അങ്ങനത്തെ കെയറിംഗ് ഒന്നും ഇഷ്ടമല്ല. അതൊക്കെ കിട്ടാത്തവന്റെ ആണ് ഇഷ്ടമല്ലാത്ത. കിട്ടി തുടങ്ങുമ്പോ ഒരു സുഖം കയറണ. ആ സുഖത്തിലങ്ങ് നമ്മളങ്ങ് മുഴുകിപ്പോവും. ഞാൻ മുഴുകി നിൽക്കുക ഇപ്പം, സത്യം പറയാലോ അണ്ണ, പറയാതിരിക്കാൻ വയ്യ. ഇത്ര നാൾ ഇങ്ങനെ സുഖിച്ചിട്ടില്ല ഞാൻ. ഇപ്പൊ സുഖിക്കുക, സുഖം. ഒരു ഗ്യാങ് ലീഡറിന്റെ അടുത്ത് നീ സംസാരിക്കണമെന്ന് നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? നിനക്ക് നമ്മളിവിടെ ഇതിനാണോ കേറണേ? ടി വി ഇപ്പൊ എവിടെ നിക്കണെന്ന് നിനക്കറിയോ? നമുക്ക് എന്താ കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിയാം. ലൈനപ്പ് സെറ്റ് ചെയ്യണം. പിന്നെ അല്ല, അതൊക്കെ സെറ്റ് ആക്കിയിട്ടല്ലേ നമ്മള് വേറെ പണിക്ക് പോകത്തുള്ളൂ. ഫസ്റ്റ് അത് അത്ര ഉള്ളണ്ണ. അണ്ണൻ ഇപ്പൊ അണ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം. അണ്ണൻ ഇന്നിപ്പോ രാത്രി ഒരു 4 മണിക്ക് സിറ്റി കയറി ഒരു വള്ളി പിടിച്ചു, പിള്ളേര് വരും. അതാണ് പവർ. ഇന്ന് ഞാൻ 4 മണി വരെ ഉണ്ടാവും ഈ സിറ്റിയില്. 6 മണിക്ക്. ഇത് നമ്മുടെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരമാണ്. ഹലോ, മൃദുല. ഓ പറഞ്ഞു. എവിടെണ്ട്? ഞാൻ മറ്റേ ബീച്ച് സൈഡിലെ പാർട്ടിയില്. ഇന്ന് എനിക്ക് മിസ്റ്റർ എക്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ വിളിക്കാം. അപ്പൊ അവൈലബിൾ ആയിരിക്കുമോ? ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പാപ്പനോട്. ആരോട്? പാപ്പനോട്. മറ്റേ AP പാപ്പൻ. പാപ്പൻ. ചന്ദ്ര പാപ്പനോട് മറ്റേ പി ആയിട്ട് നിക്കാനേ ഇവിടെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. മറ്റേ ഇതില് നിക്കുമ്പോളെ. ഓ ഞാൻ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഓക്കെ ശരി എന്നാ. ഈ സിറ്റിയിൽ പി എ പറ്റൂല കേട്ടാ. അതൊന്നും തോന്നി. ചന്ദ്ര നീ എവിടെ? ബിൽഡിങ്ങിന്റെ താഴെ. എന്ത് പറ്റി ചന്ദ്ര നിനക്ക്? എന്തിനു പറ്റാന്നാ? ഞാൻ ദേ വരുന്നു. വണ്ടി എടുത്ത് പുതുക്കി പെട്രോൾ പമ്പ് വരുമോ? ഓ വരുന്നു. എന്തൊക്കെ തരം ആൾക്കാരാ. ചന്ദ്രന്റെ കൊച്ചിനെ എന്ത് ചെയ്തേ? കേറിയോ? കേറി. അയ്യോ ബുദ്ധിയില്ലാത്ത അയച്ചോറി വയ്യാത്ത ആളല്ലേ അത്. മോനെ കീരി നേരത്തെ വന്നിട്ട് പറയാ കാണണോന്നൊക്കെ എന്റെ അടുത്ത് പറയാതെ പോയി. ആര്? ആണ്ട് ഇപ്പഴും പാപ്പ എന്ന് പറഞ്ഞ് നടക്കുവാണ്. 2 ദിവസമായി. ആര് ഈ പാപ്പ? പാപ്പ എന്ന് പറയുന്നത് ആരായിട്ട് വരും? അവന്റെ അച്ഛനായിട്ട് വരും. അവന്റെ അച്ഛൻ തന്ത.
നമ്മളെ സാറിന്റെ നാട്ടില് തന്തയല്ലേ പപ്പാന്ന് വിളിക്കുന്നേ. അത് അവന്റെ പപ്പ പറയാതെ പോയെന്ന്. എന്തോ എന്തേലും പറഞ്ഞായിരുന്നോ? റാഷന്റെ കാര്യം ഞാൻ പറഞ്ഞത്, അതാ എന്റെ പാപ്പ. റാശിയാണോ പപ്പ? പാപ്പ ആ ആണല്ലേ. ഞാൻ ഇനി റാശ 24 മണിക്കൂർ എന്റെ തോളത്ത് കൊണ്ട് നടക്കാം. നീ ഇങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെ എടുത്ത് കാണിക്കാം, ദേ റാഷാർ, ദേ നിന്റെ പാപ്പ, ഇങ്ങനെ ഞാൻ എടുത്ത് കണ്ട് കാണിച്ചോണ്ടിരിക്കാം. എനിക്ക് അതാണല്ലോ പണി ഭിത്തിയില്. ബേബി ബേബി പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. അവൾ എന്നെ വിളിക്കാറുണ്ട്. ഇതിലും ഭേദം ഗ്യാങ് 1 മാസം മുമ്പ് ഡിസ്മാൻഡിൽ ചെയ്ത് പോണതായിരുന്നു. ഒന്നുമില്ലെങ്കിൽ നിർത്തിയെന്ന് പറയാറ്. ഇതിപ്പോ വട്ടനെയും ചട്ടനെയും ഒക്കെ സഹിക്കണ്ട അവസ്ഥ. മുതുക്കിൽ വെച്ചുണ്ടായിരുന്നു. അവിടെ വണ്ടി ഇട്ടിട്ട് ഇതിന്റെ ഇങ്ങോട്ട് നടന്നു കയറി. മോളെ എടാ മന്ദാരം, മോളെ അവർക്ക് രണ്ടുപേർക്കും എന്തോ പറ്റി? ഹലോ മോളെ, കൊന്നോ? ചന്ദ്ര മീറ്റിങ്ങിന് പോണ എന്നേക്ക്. ചന്ദ്രനാ? മീറ്റിങ്ങിന് പോകാൻ പറ്റുള്ള രണ്ടുപേരല്ലേ? രണ്ടുപേരൂടെ എടാ മീറ്റിങ്ങിന് പോണ, എണ്ണീറ്റ് വാ. ഇങ്ങനെ കിടന്നാ മതിയോ? മന്ദാരം ആണോ? എന്റെ വായില് മുള്ളി കൊടുക്കണം. കീരി തന്നെ. ഒരു സെക്കൻഡ് ഇപ്പൊ വരാം. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. ഗുണ്ടകളല്ലേ? എനിക്ക് പുരിയില്ല. നിനക്ക് മലയാളം അറിഞ്ഞൂടാ? തരും. നീ പിന്നെ എന്തിനാ എന്നോട് തമിഴ് സംസാരിക്കുന്നത്? ശീലമായിപ്പോയി. ശീലോ? പഴകിരിച്ചു. എടാ, എൻ്റെ നല്ലൊരു സുഹൃത്തെന്നുള്ള രീതിയിലും എൻ്റെ ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിലും ഞാൻ നിൻ്റെ അടുത്ത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിന്നൊരു ചോദ്യം ചോദിക്കുക. ഇത്രയും നേരം ഞാൻ എല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ള രീതിയിലായിരുന്നേ. നിനക്ക് ശരിക്കും വട്ടുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഒരാളെ ഇഷ്ടപ്പെടുന്നത് തെറ്റാണോ? ബാലനും ഉണ്ടല്ലോ. അതാ വരുന്നത്. ഒരാളെ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ല. ഇല്ല, ഞാൻ വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ എന്തുവാണ് ഇത്? சொல்லு பாப்பா, எங்க இருக்க? കാമക്കടിയന്മാരുടെ നീച്ചല്ലേ ഇത്? ഈ കാമക്കുണ്ണക്കൊക്കെ പ്രാന്താണോടാ. ചന്ദ്ര വാ. പോവാ. 11 11 சொல்லிட்டு போக இருக்கணும்ல. ഞാൻ ഗ്യാങ് ഡ്രസ് ഇടണോ? വേണ്ടല്ലോ.